പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ അതൊരു തെറ്റാണെന്നുള്ള ബോധ്യത്തോടു കൂടെ എങ്കിലും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. തെറ്റ് ചെയ്യുന്നത് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാണ്ട് അത് വലിയൊരു പോസാക്കാക്കി കാണാതെ എന്തിനൊക്കെ ഒരു നിയന്ത്രണം, ഒരു കടിഞ്ഞാണിടുക. എന്നാലും ആഖിബത്ത് നന്നായി ഇവിടെ പറയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു എന്നെ സ്വർഗത്തിലേക്ക് ആക്കാൻ അള്ളാഹിന്റെ മഗ്ഫിറത്ത് വിശാലതയുള്ളതാണ്. പുറത്തു തരാൻ അള്ളാഹു തയ്യാറുമാണ്. നമ്മൾ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അള്ളാഹു ദോഷങ്ങൾ പുറത്തു തന്ന് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ ഞാൻ ദുനിയാവിൽ ചെയ്തു പോയ ദോഷങ്ങളെ പരസ്യപ്പെടുത്തിയ അതറിഞ്ഞ ആളുകൾ നാളെ അള്ളാഹുവോട് പറയും, പടച്ചോനെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോവുക? ആ കാരണം കൊണ്ട് ഒരു പക്ഷേ സ്വർഗത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടേക്കാം. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ല പറയുന്നത്, ഒരു ഒളിയും മറി ഉണ്ടാവുക. അതുകൊണ്ടാണ് എന്ന രൂപത്തിലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഈ പരദൂഷണം പറയുക, മറ്റുള്ളവർ ശത്രുത വെച്ച് പുലർത്തുക, എന്നതുപോലെ തന്നെ വൈരാഗ്യം വെച്ച് പുലർത്തുക, അത്തരം ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടു നിന്നുകൊണ്ട് നമ്മളൊക്കെ ഖബറും ആഖിറത്തും